വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന് ആരോപിച്ചുകൊണ്ട് സെപ്റ്റംബർ 5-ന് ഡൽഹിയിൽ യുവജന മാർച്ച് നടത്തുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ചു. ജൂലൈ 25-ന് ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധം അവസാനിപ്പിക്കാൻ സർക്കാർ നൽകിയ ഉറപ്പുകളിൽ പ്രധാനപ്പെട്ടവയായ വിദ്യാർത്ഥികൾക്കും പ്രതിഷേധക്കാർക്കുമെതിരായ എഫ്ഐആറുകൾ പിൻവലിക്കുമെന്ന വാഗ്ദാനം നടപ്പിലാക്കിയില്ലെന്നാണ് CJPയുടെ ആരോപണം. CJP ദേശീയ വർക്കിംഗ് കമ്മിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് പുതിയ പ്രതിഷേധ പരിപാടി പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 5-ന് ഇന്ത്യ ഗേറ്റിൽ നിന്ന് ന്യൂഡൽഹി പോലീസ് ആസ്ഥാനത്തേക്കാണ് മാർച്ച് നടത്തുക. സമാധാനപരമായ പ്രതിഷേധമായിരിക്കും ഇതെന്ന് സംഘടന വ്യക്തമാക്കുകയും ചെയ്തു. മരിച്ച നീറ്റ് പരീക്ഷാർത്ഥികളുടെ കുടുംബങ്ങളും പോലീസ് അതിക്രമത്തിന് ഇരയായവരും മാർച്ചിന് നേതൃത്വം നൽകുമെന്ന് CJP അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും യുവജന സംഘടനകളും യുവാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് സംഘടന പറഞ്ഞു. മക്കളെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ മാർച്ചിന്റെ മുൻനിരയിൽ അണിനിരക്കുമെന്ന് CJP വ്യക്തമാക്കി. പോലീസ് അതിക്രമത്തിന് ഇരയായവരും അവർക്കൊപ്പം തന്നെ ഉണ്ടാകും. ജൂലൈ 25-ന് ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിനായി സർക്കാർ ചില ഉറപ്പുകൾ നൽകിയതായി CJP അവകാശപ്പെടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യവ്യാപകമായി നടന്നിരുന്ന യുവജന പ്രതിഷേധം പിൻവലിച്ചത്. വിദ്യാർത്ഥികൾക്കും പ്രതിഷേധക്കാർക്കുമെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ പിൻവലിക്കുമെന്നതായിരുന്നു പ്രധാന ആവശ്യങ്ങളിലൊന്ന്. എന്നാൽ പ്രതിഷേധം അവസാനിപ്പിച്ച ശേഷം സർക്കാർ ഇക്കാര്യത്തിൽ കാര്യമായ നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം. സർക്കാർ ഉറപ്പുകൾ നടപ്പിലാക്കുന്നത് തുടർച്ചയായി വൈകിപ്പിക്കുകയാണെന്നും വിഷയത്തിൽ വ്യക്തമായ നിലപാട് അറിയിക്കാൻ തയ്യാറാകുന്നില്ലെന്നും സംഘടന കുറ്റപ്പെടുത്തുകയും ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്കും പ്രതിഷേധക്കാർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളുടെ പട്ടിക സമർപ്പിക്കാൻ ഓഗസ്റ്റ് 28-ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടതായി CJP ചൂണ്ടിക്കാണിച്ചു. ഈ കേസുകൾ ഒരുമിച്ച് പരിഗണിക്കുന്ന കാര്യം കോടതി പരിശോധിക്കുന്ന സാഹചര്യത്തിലും എഫ്ഐആറുകൾ പിൻവലിക്കുന്നതിൽ സർക്കാർ വ്യക്തമായ ഉറപ്പ് നൽകിയിട്ടില്ലെന്നാണ് സംഘടനയുടെ ആരോപണം. സർക്കാർ വാഗ്ദാനം പാലിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഗൗരവമായ സംശയമുണ്ടെന്നും CJP പറഞ്ഞു. ഉറപ്പുകൾ നടപ്പിലാക്കുന്നതിന് പകരം സർക്കാർ വിഷയം നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും സംഘടന ആരോപിച്ചു. സർക്കാരിന്റെ നടപടിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് CJP പ്രതികരിച്ചത്. പ്രതിഷേധം സമാധാനപരമായി പിൻവലിച്ചത് സർക്കാരിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നും ആ വിശ്വാസത്തെ വഞ്ചിക്കാനുള്ള അവസരമായി കാണരുതെന്നും സംഘടന വ്യക്തമാക്കി. ഞങ്ങളുടെ ക്ഷമയെ ബലഹീനതയായി കാണരുത്. ഞങ്ങളുടെ വിശ്വാസത്തെ സർക്കാർ വഞ്ചിക്കാനുള്ള അവസരമാക്കരുത്. ഇതാണ് CJPയുടെ നിലപാട്. രാജ്യത്തെ യുവതലമുറയോട് സർക്കാർ വിശ്വാസവഞ്ചന നടത്താൻ ശ്രമിക്കുകയാണെന്നും സംഘടന പറഞ്ഞു. ജൻസി ഉൾപ്പെടെയുള്ള യുവാക്കളെയും മക്കളെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളെയും സർക്കാർ വഞ്ചിക്കുകയാണെന്നാണ് CJPയുടെ ആരോപണം. ജൂലൈ 25-ന് രാജ്യവ്യാപകമായി നടന്ന യുവജന പ്രക്ഷോഭം നല്ല വിശ്വാസത്തോടെയാണ് പിൻവലിച്ചതെന്ന് CJP പറഞ്ഞു. സർക്കാർ നൽകിയ വാക്കിൽ വിശ്വസിച്ചാണ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും തെരുവിൽ നിന്ന് പിൻവലിച്ചതെന്നും എന്നാൽ ഇപ്പോൾ സർക്കാർ സ്വന്തം ഉറപ്പുകളിൽ നിന്ന് പിന്മാറുകയാണെന്നും സംഘടന പറഞ്ഞു.